കണ്ണടച്ചിരിക്കുന്നവർക്ക് ചുറ്റും എന്നും ഇരുട്ടു മാത്രമായിരിക്കും. മനസ്സിലെ അന്ധകാരത്തെ അകറ്റി പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും ദീപം കൊളുത്തിയാൽ ഈ വിശ്വം മുഴുവൻ ദീപമയമായി തോന്നുമെന്ന് കവി പറയുന്നു. ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ മനോഭാവം ശുഭകരമായി നിലനിർത്താൻ ശ്രമിക്കണം. സന്ധ്യയാകുമ്പോൾ കൈവിട്ടുപോയ പകലിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. പ്രകാശമാനമായ പകൽ വീണ്ടും വരും. ഇരുട്ടെന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ മിന്നാമിനിങ്ങ് പോലും തയ്യാറെടുക്കുമ്പോൾ നമ്മളും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറെടുക്കണം. മനസ്സിൽ നിരാശയും ദുഃഖവും മാത്രം കൊണ്ടു നടക്കുന്നവർക്ക് നട്ടുച്ചയും അർദ്ധരാത്രി പോലെ ഇരുളടഞ്ഞതായിരിക്കും. എന്നാൽ ഉള്ളിൽ ശുഭചിന്തയുടെ ദീപമേന്തുന്ന സംതൃപ്തരായ മനുഷ്യർക്ക് ഏതു രാത്രിയും സൂര്യശോഭയാൽ ദീപ്തമായി തോന്നും. ശുഭാപ്തി വിശ്വാസമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന കവിത ശ്രീ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ നവയുഗോദയം എന്ന കവിതയിലെ ഏതാനും വരികൾ. വിശ്വം ദീപമയം. മാലുള്ളതാണീ മഹിയെന്നു വെച്ചു മാൾകുന്നതെന്തിന്നു മനുഷ്യരെ നാം തൻ സൃഷ്ടിയിൽ പെട്ടൊരതിന്നു മീശൻ സ്ഥാനത്തെ നൽകേണ്ടതു ധർമ്മമല്ലേ. കൈവിട്ടു പോയി പകലെന്നു വെച്ചു കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ. വരേണ്ടതല്ലേ നിശയും നമുക്കു വബുസ്സിനുത്ഥാനമുഷസ്സിലേക്കാൻ. ഇനൻ പൊലിഞ്ഞാലൊടു പങ്ക്തിയെ കൊണ്ടിരുട്ടു തൽക്കാലമകറ്റീശൻ. അടഞ്ഞ കണ്ണമ്മൾ തുറന്നിടും മുൻപ് അദ്ദീപമേകുന്നു കൊളുത്തി വീണ്ടും. വേലയ്ക്കു ദീപപ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിനിത്ര പോരും. അതായിരിക്കാം പൊരുളാ പ്രവർത്തിക്കജൻ ഹിതം മർത്യനറിഞ്ഞു ചെയ്വോൻ. വിളക്കു കത്തിപ്പതിനന്തിയായാൽ മിന്നാമിനുങ്ങും ത്വരയാർന്നിരിക്കേ. ദീനത്വമെന്തിന്നു നമുക്കു മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ. അല്ലെങ്കിലും സ്വച്ഛ വിവേകദീപമകത്തു കത്തുന്നളവേതു ധീരൻ. വിഷാദമേന്തും വിധി ദൂരെയെങ്ങോ വിയത്തിൽ മിന്നിച്ച വിളക്കു കെട്ടാൽ. ഉണർന്നിടാമെന്നു നിനച്ചു തന്നെയുറങ്ങുവാനോർപ്പതു നമ്മളെല്ലാം. പ്രാദുർഭവിച്ചാൽ മതി അമ്മഹത്താം പ്രത്യാശ സർവത്തിലുമൊന്നുപോലെ. മനസ്സിൽ നൈരാശ്യമെഴുന്നവന്നു മധ്യാഹ്നവും പ്രത്യഹമർത്ഥരാത്രം. ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം
പകൽ പോലെ തന്നെ. ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ.